ചില കാര്യങ്ങൾക്ക് നമ്മൾ അമിത പ്രാധാന്യം കൽപ്പിക്കും, എന്നാൽ അത്രത്തോളം വില അതിന് കൽപ്പിക്കാറില്ല. എന്നാൽ ചിലതിന് നമ്മൾ വലിയ വില കൽപ്പിക്കും, എന്നാൽ അത്ര പ്രാധാന്യം കൽപ്പിക്കില്ല. ദൈവം ഇങ്ങനെയല്ല കേട്ടോ. നമുക്ക് വിലയില്ല എന്ന് വെച്ച് അതിനെ തീരെ വില കുറഞ്ഞ നിലയിലല്ല ദൈവം കാണുന്നത്. നമ്മൾ ഓരോന്നിനും വിലയിടുന്നത് വ്യത്യസ്ത രീതിയിലാണല്ലോ. പ്രത്യേകിച്ചും അപ്പോഴുള്ള ആവശ്യകത അനുസരിച്ചാണ് പലതിനും വില കൂടുന്നതും കുറയുന്നതും. ഏറ്റവും എളുപ്പം മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. അതായത് വിമാന ടിക്കറ്റുകൾ, ഒരേ നിശ്ചിത സ്ഥലങ്ങളിലേക്കുള്ള ടിക്കറ്റ് ചാർജ് പലപ്പോഴും പല നിലകളിലായിരിക്കും. ഒരേ വിമാനം തന്നെ ആയിരിക്കും കേട്ടോ ഈ പല ചാർജുകൾ ഈടാക്കുന്നത്. തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് അവർ അതിന് ചാർജ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മാനദണ്ഡം. ഏതായാലും മുഖവര ദീർഘിപ്പിക്കുന്നില്ല. ഇന്നും നമുക്ക് യേശുവിനോട് കൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം വായിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. പല ആളുകളും ഏറ്റവും വില കുറച്ച് കാണുന്നത് അവനവൻ്റെ ശരീരം തന്നെയാണെന്നാണ് പല അവരുടെ ചെയ്തികളും കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് അവർക്ക് നല്ല ഉദ്യോഗമുണ്ടാവാം, ചിലർക്ക് ഉദ്യോഗമുണ്ടാവില്ല, മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്തായിരിക്കാം ജീവിക്കുന്നത്. എന്താണെങ്കിലും ഇങ്ങനെ പല നിലകളിലാണല്ലോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇവരിൽ പല ആളുകളും ചെയ്യുന്ന ഒരു പൊതു കാര്യമുണ്ട്. അവർക്ക് കിട്ടുന്ന ആഹാരം കഴിക്കും, കിട്ടുന്നതെല്ലാം കുടിക്കും. മദ്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഏതു തരം ലഹരി വസ്തുക്കളും കിട്ടിയാൽ വിടില്ല. ഇവരുടെ ജീവന്റെ പ്രാധാന്യമോ ഇവരുടെ ശരീരത്തിൻ്റെ പ്രാധാന്യമോ ഇവർ തിരിച്ചറിയാത്തത് കൊണ്ടാണോ എന്തോ, അതോ ഇവരുടെ വില ഇവർക്കറിയാൻ വയ്യാത്തത് കൊണ്ടാണോ, നമ്മുടെ സമൂഹത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ മദ്യത്തിൻ്റെ ഉപയോഗവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും. ഇത് ഒരു കാര്യം. ഞാൻ ആദ്യം പറഞ്ഞതൊന്ന് ആവർത്തിക്കുക. നമ്മുടെ തലമുടി നമ്മൾ അത്ര വലിയൊരു വസ്തുവായിട്ടൊന്നും കാണുന്നവരല്ല, എന്നാൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിന്. തലമുടി പൊഴിയാതെ സൂക്ഷിക്കാനും വേഗത്തിൽ വളരാനും ഒക്കെ ആവശ്യമായ പരിചരണം പലരും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത്ര പരിചരണം കൊടുക്കുന്നവർക്കാർക്കും ഒരു ദിവസം എത്ര മുടി താഴെ പോകുന്നു എന്നറിയില്ല. ലോകത്തിൽ ഏതെങ്കിലും മനുഷ്യർ, അവൻ എത്ര ഉന്നതനാണെങ്കിലും ശാസ്ത്രജ്ഞനാണെങ്കിലും സ്വന്തം തലയിലെ മുടി എണ്ണിയതായിട്ട് നിങ്ങൾക്കറിയാമോ? എന്നാൽ പ്രിയരെ, ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും മുടി ദൈവം എണ്ണിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തൊട്ടും അതിശയോക്തിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അർത്ഥം അത്രത്തോളം സൂക്ഷ്മതയോടെയും കാര്യക്ഷമതയോടുമാണ് കർത്താവ് നമ്മെ നോക്കുന്നതും പരിപാലിക്കുന്നതും. ചില അപകടങ്ങളിൽ നിന്നൊക്കെയുള്ള നമ്മുടെ വിടുതലുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഓർക്കാൻ പോലും കഴിയാത്ത നിലകളിൽ ഭയാനകമാണ്. കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് വിശ്വസ്തയോടെ അത്യധ്വാനം ചെയ്ത് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന മണ്ണിൽ മാമൻ ഉപദേശി എന്ന ഒരാളുണ്ടായിരുന്നു. ഒരു ദിവസം താൻ പതിവ് പോലെ ഇങ്ങനെയുള്ള വിശേഷ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോകുവാൻ അവസാനത്തെ ബോട്ട് ലഭിക്കാൻ വേണ്ടി ഓടി ബോട്ട് ചട്ടിയിലെത്തി. ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറി. ചില നിമിഷങ്ങൾ കഴിഞ്ഞാണ് താൻ ഓർത്തത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കാലൻകുട ചായക്കടയിൽ വെച്ച് മറന്നുപോയെന്ന്. കാലൻകുട എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും അറിയാമോ എന്തോ. വേഗം താൻ കണ്ടക്ടറോട് പറഞ്ഞു പുറത്തിറങ്ങി കുടയെടുക്കാൻ വേണ്ടി പോയി. ഏതായാലും താൻ തിരികെ വന്നപ്പോഴേക്കും ബോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന് വല്ലാത്ത നിരാശയും പരിഭ്രമവും പരാതിയുമൊക്കെയായി. അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു: കർത്താവേ, എൻ്റെ കുടുംബത്തെ പോലും വേണ്ട നിലയിൽ സംരക്ഷിക്കാതെ പൂർണ്ണസമയം കർത്താവിന് വേണ്ടി ഞാൻ വേല ചെയ്യുന്ന ആളാണ്. എന്നിട്ടും ഇങ്ങനെയുള്ള കുഴപ്പത്തിലാണല്ലോ ഒടുവിൽ എനിക്ക് ചെന്ന് ചാടേണ്ടി വരുന്നത്. കയ്യിലാണെങ്കിൽ ഇനി ചില്ലിക്കാശില്ല. അവസാനത്തെ ബോട്ടും പോയി കഴിഞ്ഞു. എന്തിനാ കർത്താവേ എന്നോട് ഈ ക്രൂരത കാട്ടിയത്? രാത്രി വെളുക്കുവോളം എനിക്കും ഉറങ്ങാതെ പോലും ആ ബോട്ട് ജട്ടിയിൽ കഴിച്ചു കൂട്ടി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. നേരം പ്രഭാതമാകാറായപ്പോഴാണ് അല്പമൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞത്. ഉറക്കമുണർന്ന് നോക്കുമ്പോൾ ജട്ടിയിൽ ആകമാനം, അതായത് ബോട്ട് ജട്ടിയിൽ ആകമാനം ഞങ്ങൾ ഭയപ്പാടോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്യുന്നു. ചിലർ കരയുന്നുണ്ട്. കരയുന്നത് അവരുടെ ബന്ധുമിത്രാദികളുടെ പേരുകൾ ഉച്ചരിച്ചുകൊണ്ടാണ്. എൻ്റെ ശരിയായ വിവരമറിഞ്ഞപ്പോൾ ഇദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഏ ദിവസം എനിക്ക് ലഭിക്കാതെ പോയ ആ ബോട്ട് പല്ലനയാറ്റിൽ മുങ്ങിപ്പോയി. യാത്രക്കാർ എല്ലാവരും തന്നെ മരിച്ചുപോയി എന്നാണ് താൻ അറിയുന്നത്. കൂട്ടത്തിലാണ് കേരളത്തിൻ്റെ മഹാകവി ആദരണീയനായ കുമാരനാശാനും ഉണ്ടായിരുന്നു. അമ്പരപ്പോടെയും കുറ്റബോധത്തോടെയും താൻ ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കി കഴിഞ്ഞ രാത്രി ദൈവത്തോട് പരാതി പറയുകയും കുരുകുറുക്കുകയും ഒക്കെ ചെയ്തത് ഓർത്ത് ദൈവസന്നിധിയിൽ ക്ഷമായാചന നടത്തി. ഇതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിന് മരണമില്ല എന്നല്ല. അന്നത്തെ അക്കൂട്ടത്തിൽ അദ്ദേഹത്തിന് മരണം പറഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിലും അതിൽ നിന്ന് തന്നെ രക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ കടമയായിരുന്നല്ലോ.
വിശേഷകൻ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അതെ, അതിലൊന്ന് നിലത്ത് വീഴുമ്പോൾ ദൈവം അറിയുന്നുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് വിശ്വസിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടിയാപരിക്കും. ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന നന്മകൾ തിരിച്ചറിയാതെ പരാതി പറയുന്ന അനുഭവം ഉള്ളത് ഞങ്ങളോട് ക്ഷമിക്കുമാറാകണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.